നമുക്ക് രഞ്ജിത്തേട്ടനെയും കൂടെ ഒന്ന് വിളിക്കണ്ടേ? ഉറപ്പായിട്ടും. വേണ്ടേ? വിളിക്ക് വർഷ അച്ഛനെ. വരൂ അച്ഛാ. അച്ഛാ ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. ഒരു താങ്ക് യു പറയാടാ. താങ്ക് യു. അയ്യോ സംസാരിക്കുന്നൊക്കെ ഞാനിങ്ങനെ നോക്കായിരുന്നു. നടപ്പൊക്കെ കറക്റ്റ്. അണ്ണ സുഖമാണോ? പാറു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അച്ഛനാടാ. അതാണ് ഈ സാമ്യം. ചോദിച്ചേട്ടില്ലേ അണ്ണന്റെ സുഖമാ. അണ്ണൻ എങ്ങനെയാ അണ്ണ? അണ്ണൻ നല്ല അണ്ണനല്ലേ? ആണോ? ഇത് നല്ലെണ്ണയോ? നല്ലെണ്ണയല്ല, നല്ല അണ്ണനാ. പിന്നെ ഇതുപോലൊരു അണ്ണനെ കിട്ടണമെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്യണം. പിന്നെ എന്ത് മ്യൂസിക്കിന്റെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാനും പറ്റുന്ന ഒരാളല്ലേ. അപ്പൊ ഒരു ഭാഗ്യമാണ്. ഭാഗ്യം ചെയ്ത അനിയനാണ് ഞാൻ. അതല്ല, അവന് എല്ലാ പാട്ടും മിക്കവാറും തബല വായിച്ചത് മുഴുവൻ ഇവനാണ്. പക്ഷെ ഇതെന്താ വായിക്കാൻ ഒരു മടിയെന്ന് പാർവതി അതുകൂടെ പറയാം. ഇവനെ നിർത്തിക്കൊണ്ട് പറയാല്ലോ, അല്ലെങ്കിൽ ഞാൻ തള്ളുക കള്ളം പറയാന്ന്. നമ്മുടെ മാലയും പാട്ട് റെക്കോർഡിങ് നടക്കുമ്പോഴേ ഇവൻ എല്ലാ പാട്ടിനും എന്തെങ്കിലും ഒക്കെ വായിക്കും. ഇപ്പൊ ഈ പാട്ടിലില്ല തബല. അപ്പൊ സാധാരണ ഞാനും അവനും കൂടെ തിരിച്ചു പോകുന്നത് എപ്പോഴും കാറിൽ. അതുവരെ നീ ഭയങ്കര സ്നേഹമാണ് അണ്ണാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി ഉറങ്ങി ഓടിച്ചിട്ട് ഓട്ടോക്കാരന്മാരുടെ മേളിലോട്ട് ഓടിച്ചപ്പോൾ അണ്ണാ എന്ന് വിളിച്ചിട്ട് എന്നെ രക്ഷിച്ചേർക്കവനാ. പക്ഷെ ഈ മാലയും പാട്ട് നടന്നപ്പോൾ ഒരു 4 മണിയായപ്പോൾ അണ്ണാ തലവേദന എടുക്കുന്ന ഞാൻ പോവാന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ ഈ റെക്കോർഡിങ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മ അതെന്താണ് അവനെ കൊണ്ട് തബല വായിപ്പിക്കാത്തത്? കുഞ്ഞ് വിഷമിച്ച് ഇവിടെ വന്ന് കിടക്കുക, അതിന് തബലയില്ല. അവിടെ വന്ന് അമ്മ അടിച്ചോ, അമ്മ എന്നെ കൊണ്ട് തബല വായിപ്പിച്ചില്ല അമ്മ. അമ്മയാണെങ്കിൽ അമ്മ നിർത്തി അങ്ങ് കൊന്നു. അവസാനം പെറ്റതള്ളയുടെ പ്രാക്ക് കേൾക്കരുതല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അടുത്ത ദിവസം പോയിട്ട് അത് ഓരോ തബലത്തിലൊരു 3-4 തബലയുണ്ട്. അത് വെച്ച് ടങ്ങോട്ട് കൊട്ടിച്ച് അവനെ ഹാപ്പിയായി. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇതുപോലെ വേറെ എന്തൊക്കെ വഴക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? വേറെ ഒന്നുമില്ല, ഇതിന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അണ്ണന്റെ പാട്ടിൽ ഞാനല്ലേ വായിച്ചത്. അതല്ല, ഇവന് വേറൊരു സ്വഭാവം ഉള്ളത്, നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ അവൻ ചെയ്തൊപ്പിക്കും. ഒരു ദിവസം നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോ ഇവനെ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ പുറേ നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ പുറവശത്ത് അത് ഇവൻ ഡോറ് തുറന്ന് അകത്ത് കയറുന്നുണ്ട്, പെട്ടെന്ന് അടയ്ക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരു സ്പൂൺ എടുത്തുകൊണ്ട് അടുക്കളയിൽ നിന്ന് ഓടുന്നുണ്ട് പുറകോട്ട്. ഇതൊരു കുറച്ച് സീരിയസ് ആണ് ഇഷ്യൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് അത് എന്തോ കുഴപ്പം പറ്റിയിട്ട് അമ്മയും പറഞ്ഞു എന്തോടാ അവന് കാണിക്കുന്നത്, എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് കാണും ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോൾ ഇവന് സീരിയസ് ആയിട്ടു അണ്ണാ അനങ്ങല്ലേ ഒരു സ്പൂണിനകത്തെ വെള്ളം എടുത്തോണ്ട് ഓടുക. അത് ഇവന് ഓടി വരുന്നതിനിടയ്ക്ക് ആ വെള്ളം എല്ലാം വെളിയിൽ പോകും. പിന്നെ സ്പൂൺ മാത്രം ഇങ്ങനെ ആക്കുന്നത്. അപ്പൊ ഞാൻ തവി അപ്പോ അത് ഞാൻ പോയിട്ട് കതവ് തുറന്നത് എനിക്ക് ഓർമ്മയുള്ള പാറു. ഒരു പുകയെ അത് ശരീരത്തുള്ള നവദ്വാരങ്ങളിലേക്കും കയറിയാ പുക. കാര്യം ഏതോ ഒരു ആസിഡോ ഏതാണ്ട് ഒരു സാധനത്തിനകത്ത് ഒഴിച്ച് തീയിടിയോ ഏതാണ്ട് ചെയ്തിട്ട് പൊൻ പുക. ആ പുക അണയ്ക്കാനാണ് തീക്കളിയാണല്ലേ? അല്ല, അതുപോലെ 9ാമത്തെ പടമായപ്പോഴേ അണ്ണന് നമ്മൾ മൊട്ടയടിക്കാൻ പോയത് ഓർമ്മയുണ്ടോ? തിരുപ്പതിയിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുക. ഇരുന്ന് മൊട്ടയടിക്കാനായിട്ടിരുന്ന് അയാൾ താഴ്ച മൊട്ടയടിച്ച് ഞങ്ങളൊന്ന് മുഖത്തോട് മുഖം നോക്കിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങ് ചിരി. ആ മൊട്ടയടിക്കാൻ വന്ന ആളുടെ വായിലിരിക്കുന്ന മുഴുവൻ അയാൾ തെലുങ്ക് പറഞ്ഞ് നമ്മളെ കൊന്നു. മൊത്തം വായിലിരിക്കുന്ന അവൻ എന്നെ കണ്ടിട്ട് ചിരിക്കുവാന്നേ, ഭയങ്കര ചിരി വേറെ ഒന്നുമല്ല. അവൻ എന്നെ കണ്ടിട്ട് ഭയങ്കര ഒരു കോമഡി വികാരം. എനിക്ക് അതുപോലെ തന്നെ തിരിച്ചും. ഞാൻ പിന്നെ അവസാനം ഒരെണ്ണം ചോദിച്ചു, അണ്ണ നമ്മളിവിടുന്ന് ഈ തെള്ളിന്റെ ഇടയ്ക്ക് ഒന്ന് മിസ്സായി പോയ അണ്ണനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു. കാരണം സർവത്ര മുട്ടയാണ്, മൊത്തം മുട്ടമയം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തേ അവനെ ഒന്ന് കളഞ്ഞു പോകണേ. അങ്ങനെ കളഞ്ഞു പോയത് അണ്ണനെ പ്രാർത്ഥിച്ചെങ്കിലും കളഞ്ഞുപോയി ഞാൻ. പിന്നെ വരുന്ന സീൻ എന്ന് പറഞ്ഞ അണ്ണൻ മറ്റേ നാമമൊക്കെ ഇട്ട് എന്നെ ഞാൻ തിരുപ്പതി വേറൊരു സ്ഥലത്തൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ വന്നപ്പോ മറ്റേ വലിയ കുറിയൊക്കെ ഇട്ട് ആരോ തൊട്ട് തന്നു വഴിയില്. അത് വിട്ടു വന്ന് ഇവർക്ക് എന്നാ മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ കൊച്ചിനെ മനസ്സിലാകാതിരുന്ന പോലെ ഇവനും അങ്ങനെ നിന്ന്. ഈ കഥയൊക്കെ അറിയോ?
അല്ല എനിക്ക് ഇവര് പറയുന്നോണ്ട് എനിക്കൊരു വിശ്വസിക്കാൻ ഒരു ചെറിയ മടി. ശരിക്കും കളഞ്ഞു പോയാ? പിന്നെ കളഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ചുമ്മാ പൊത്തോന്ന് കളഞ്ഞു പോയതല്ല, ഒരു സ്ഥലത്ത് കൂട്ടം തെറ്റിപ്പോയി. എവിടെ വിചാരം കൊണ്ടങ്ങ് കളഞ്ഞെന്നാ. മര്യാദക്കായി വായിക്കും. ഓക്കെ, രഞ്ജിത്തായിട്ട് നുക്ലിയിലേക്കായിട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് വായിപ്പിച്ചിട്ട് വിടാം വർഷയെ കൊണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ എന്തായാലും എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ഇത് വെച്ച് സന്തോഷിക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കൊള്ളാം മോളെ, കൊള്ളാം. ബ്യൂട്ടിഫുൾ. വെൽ ഡൺ ഗേൾ, വെൽ ഡൺ. ഓക്കെ, താങ്ക് യു വർഷ.